ഹലോ ഹലോ നമസ്കാരം. ഹൊലാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 189 സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസയുടെ പുതിയ സ്ട്രാറ്റജി എന്താണ്, 2026 ഇൻവിറ്റേഷൻസ് പോകുന്നതിൻ്റെ ഒരു തോത് എങ്ങനെയാണ്, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സ്ട്രാറ്റജി എന്താണ്, ഏറ്റവും ഡിമാൻഡുള്ള ഓക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇനി ഫ്യൂച്ചറിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വളരെ ഇൻഫോർമേറ്റീവാണ്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചില സ്ട്രാറ്റജികൾ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ വീഡിയോ മുഴുവനായി കാണുക. ഓസ്ട്രേലിയ എഡ്യൂക്കേഷൻ നോക്കുന്നവരും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായി തന്നെ ഇത് 4 ടയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടയർ 1-ലുള്ളതിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. എന്ന് വെച്ചാൽ 189 ഇൻവിറ്റേഷൻ കിട്ടേണ്ട ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ടയർ 1-ലാണ്. ടയർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈസ്റ്റ് വാല്യൂ ഓക്യുപ്പേഷൻസ് ആണ് ടയർ 1-ൽ വരിക. ലോങ് ടേം ട്രെയിനിങ് ടൈം ആവശ്യമായിട്ടുള്ളത്, ലോങ് ടേം പ്രൊജക്റ്റഡ് ഡിമാൻഡ്, ഹൈലി സ്കെയർസ് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ്, അതായത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സ്കിൽസും സ്കെയർസിറ്റി ഉള്ള ഡിമാൻഡ് ഏറ്റവും കൂടിയ പ്രൊഫഷൻസ് ആണ് ഹയസ്റ്റ് വാല്യൂ ഓക്യുപ്പേഷൻസ്. ഇതിൻ്റെ ഒരു മൾട്ടിപ്ലയർ വാല്യൂ 4 ആണ്. ഇപ്പോൾ ഈ മൾട്ടിപ്ലയർ വാല്യൂ എന്താണെന്ന് ഈ ഡെഫിനിഷന് ശേഷം പറയാം. അടുത്ത ടയർ എന്താണ്? ഹൈ പ്രയോറിറ്റി ഓക്യുപ്പേഷൻസ്. ടയർ 2-ൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ടയർ 1 ആണ് നോക്കിയത്. ടയർ 1 ഹൈസ്റ്റ് വാല്യൂ ആയിരുന്നു. ടയർ 2-ൽ വരുന്നത് ഹൈ പ്രയോറിറ്റി ഓക്യുപ്പേഷൻസ് ആണ്. ഇത് ഹെൽത്തും എഡ്യൂക്കേഷൻ സെക്ടറിലും നമ്മൾ നേരത്തെ പറഞ്ഞ ടയർ 1-ൽ കാറ്റഗറൈസ് ചെയ്യപ്പെടാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതും ഹൈ പ്രയോറിറ്റിയാണ്. ഇതിൻ്റെ മൾട്ടിപ്ലയർ വാല്യൂ 2 എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ. ടയർ 3-ൽ വരുന്നത് ഡൈവേഴ്സ് ഓക്യുപ്പേഷൻസ് ആണ്. ഈ ഡൈവേഴ്സ് ഓക്യുപ്പേഷൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 121 ഓക്യുപ്പേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അത് ഡൈവേഴ്സിറ്റിയും ഹൈ ഹ്യൂമൻ ക്യാപിറ്റലും അതായത് ഫ്യൂച്ചർ ഷോർട്ടേജസും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഡൈവേഴ്സ് ഓക്യുപ്പേഷൻസ് 121 ഓക്യുപ്പേഷൻസ്. ഇത് സാധാരണ ലെവലിൽ 1 ആണ് ഇതിൻ്റെ മൾട്ടിപ്ലയർ ഇൻവിറ്റേഷൻ വാല്യൂ പറഞ്ഞേക്കുന്നത്. ഇനി ടയർ 4-ൽ വരുന്നത് ഓവർ സപ്ലൈഡ് ഓക്യുപ്പേഷൻസ് ആണ്. ഓവർ സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിമാൻഡ് ഉള്ളതാണ്, പക്ഷേ ഹിസ്റ്റോറിക്കലി, അതായത് പിന്നെ പാസ്റ്റിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം കോമ്പറ്റീഷൻ കൂടിയ എന്നാൽ ഷോർട്ടേജ് ഉള്ള ആവശ്യമുള്ള, ഓസ്ട്രേലിയയുടെ വളർച്ചയിൽ ആവശ്യമുള്ള ഓക്യുപ്പേഷൻസ് ആണ്. എന്നാൽ അവിടെ ടാലൻറ്റിൻ്റെ ഒരു ഓവർ സപ്ലൈ എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അത് ഏതൊക്കെ ഓക്യുപ്പേഷൻസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് 0.5 ആണ് വാല്യൂ. അതായത് മാർക്കറ്റിൽ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് 1 ആണെങ്കിൽ ഇതിന് പകുതിയേ ഉള്ളൂ. അതായത് ഡബിളാണ് കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നത് വെൻ കമ്പയർ ടു ഡൈവേഴ്സ് ഓക്യുപ്പേഷൻ. അപ്പോൾ 4 ഹയസ്റ്റ് വാല്യൂ ടയർ 1-നെങ്കിൽ 2 ഹൈ പ്രയോറിറ്റിയുടെ മൾട്ടിപ്ലയർ വാല്യൂ എങ്കിൽ, ഡൈവേഴ്സ് ഓക്യുപ്പേഷൻ ടയർ 3-ക്ക് 1 ആണെങ്കിൽ, ടയർ 4 ഓവർ സപ്ലൈഡ് ആയിട്ടുള്ളതിന് 0.5 ആണ് വാല്യൂ. എന്ന് വെച്ചാൽ ഡൈവേഴ്സ് ഓക്യുപ്പേഷന് കിട്ടുന്ന ഒരു സാധാരണ കോമ്പറ്റീഷൻ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഓവർ സപ്ലൈഡ് ഓക്യുപ്പേഷൻസിന് ഇരട്ടി കോമ്പറ്റീഷനാണ്. അതായത് 2 പേര് ഒരു പൊസിഷന് വേണ്ടി അവൈലബിൾ ആയിട്ട് ഈക്വലി സ്മാർട്ടായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളൊരു കണ്ടീഷൻ. പെട്ടെന്നൊരു ഉദാഹരണം പറയാം. അക്കൗണ്ടിങ് ഫീൽഡ് ഈ ഒരു ഓവർ സപ്ലൈഡ് ഓക്യുപ്പേഷൻസിൽ വരുന്നതാണ്. ഇപ്പോൾ അക്കൗണ്ടിങ് വയ്ക്കുകയാണെങ്കിൽ ഒരു 95 പോയിൻറ്റ്സ് ഒക്കെ ഉള്ള ആൾക്ക് പോലും ഇൻവിറ്റേഷൻ കിട്ടുന്നില്ല. 100-105 ഒക്കെയാണ് ഇൻവിറ്റേഷൻ പോകുന്നത്. അതേസമയം ഹെൽത്ത് കെയറിൽ ടയർ 1-ൽ വരുന്നത് ഹെൽത്ത് കെയർ ഓക്യുപ്പേഷൻസ് ആണ്. അവിടെ നമുക്കൊരു 70 പോയിൻറ്റ്സിൽ ഇൻവിറ്റേഷൻസ് പോകുന്നുണ്ട്. 70-75 ഇൻവിറ്റേഷൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ ടയർ 1-ൽ വരുമ്പോൾ 4 തവണ എളുപ്പമാണ് വെൻ കമ്പയർഡ് ടു ഈ ഡൈവേഴ്സ് ഓക്യുപ്പേഷൻ ടയർ 3-ൽ നിൽക്കുന്നതിനേക്കാളും 4 times ഈസിയർ ആണ് 189 ഇൻവിറ്റേഷൻ കിട്ടാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ടയർ 2 ഹൈ പ്രയോറിറ്റി ആണെങ്കിൽ ഡബിൾ ഈസിയാണ്, 2 ആണ് അതിൻ്റെ വാല്യൂ ഈ ഹൈ പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ ഈ ആഫ്റ്റർ സ്റ്റുഡൻറ്റ് വിസ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് PR-ലേക്ക് ലീഡ് ചെയ്യാൻ എടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ടയർ 4-ലുള്ളവർ നിർബന്ധമായിട്ട് ആ വീഡിയോ കണ്ടിരിക്കണം. നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നമ്മളതിൽ പറയുന്ന സ്റ്റെപ്സ് എല്ലാം തന്നെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ടയർ 4-ലും 3-ലും വരുന്ന ആൾക്കാരും ചെയ്യേണ്ടതാണ്. എന്നാലും നമുക്ക് ആ ഒരു റേസിൽ മുന്നിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. യെസ്. ടയർ 1-ൽ എന്താണ് സംഭവം, ആരൊക്കെയാണ് ടയർ 1-ലുള്ളതെന്ന് പെട്ടെന്നൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫർ, മെഡിക്കൽ റേഡിയേഷൻ തെറാപ്പിസ്റ്റ്, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്, സോണോഗ്രാഫർ, ഒപ്റ്റോമെട്രിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, പോഡിയാട്രിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് പത്തോളജിസ്റ്റ്, ജനറൽ പ്രാക്ടീഷണർ, സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ, കാർഡിയോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, എൻഡോക്രൈനോളജിസ്റ്റ്, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, ഇൻറ്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, റീനൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, റ്യൂമറ്റോളജിസ്റ്റ്, തൊറാസിക് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, സർജൻ, കാർഡിയോതൊറാക്സിക് സർജൻ, ന്യൂറോ സർജൻ, ഓർത്തോപീഡിയാറ്റിക് സർജൻ,
pediatric surgeon, plastic and reconstructive surgeon, urologist, vascular surgeon, dermatologist, emergency medicine specialist, obstetrician and gynecologist, ophthalmologist, pathologist, diagnostic and interventional radiologist, radiation oncologist, medical practitioner, midwife, nurse practitioner, registered nurse, aged carer, child and family health, community health, critical care and emergency, developmental disability and rehabilitation, medical practice, mental health, perioperative, surgical, pediatric and not else classified. ഇതെല്ലാം രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പല കാറ്റഗറികളിലും നല്ല ഷോർട്ടേജ് ഉണ്ട് എന്നാണ്. ഇതാണ് ടയർ 1 ഹയസ്റ്റ് വാല്യൂ ഈ ഓക്യുപ്പേഷൻ. ടയർ 1 നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയോളജി പഠിക്കുന്നത് നല്ലതാണോ, സോണോഗ്രഫി പഠിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചവരുടെ ആൻസർ ഉണ്ട്. അതുപോലെ ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് പാത്തോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ലൈക്ക് ഓൾ ദ മെഡിക്കൽ ഡോക്ടർമാരുടെ മുഴുവനുണ്ട്. അതുപോലെ ഒക്യുപ്പേഷൻ ഈ ഒരു ടയറിൽ വരുന്നത് ഡോക്ടേഴ്സ്, നേഴ്സസ്, പിന്നെ ടെക്നീഷ്യൻസും വരുന്നുണ്ട്. നമ്മുടെ റേഡിയോഗ്രഫിയും സോണോഗ്രഫിയും പോലെയുള്ള ടെക്നീഷ്യൻ, പാരാമെഡിക്കലും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആയി കാണുന്നത്. ടയർ 1 ഒക്യുപ്പേഷൻസ് മുഴുവൻ ഞാൻ വായിച്ചു കഴിഞ്ഞു. ടയർ 2 വരുന്നത് ഹൈ പ്രയോറിറ്റി ഒക്യുപ്പേഷൻസ് ആണ്. ഇതിൽ വരുന്നത് ചൈൽഡ് കെയർ സെൻറ്റർ മാനേജർ, എയർലി ചൈൽഡ്ഹുഡ് പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ, സെക്കൻഡറി സ്കൂൾ ടീച്ചർ, സ്പെഷ്യൽ നീഡ്സ് ടീച്ചർ, ടീച്ചർ ഓഫ് ദ ഹിയറിംഗ് ഇംപെയർഡ്, ടീച്ചർ ഓഫ് ദ സൈറ്റ് ഇംപെയർഡ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് നോട്ട് എൽസ് ക്ലാസിഫൈഡ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, educational psychologist, organizational psychologist, psychologist not else classified and social worker. ഇത്രയാണ് ടയർ 2 വരുന്നത്. ഏർലി ചൈൽഡ്ഹുഡും സോഷ്യൽ വർക്കും. നമ്മൾ സാധാരണ പറയത്തില്ലേ ഓസ്ട്രേലിയയിൽ ഏറ്റവും ഡിമാൻഡുള്ള 5 ഒക്യുപ്പേഷൻസിൽ ഒന്നാമത് നമ്മൾ പറയുന്ന ഹെൽത്ത് സെക്ടറാണ്. ആ ഹെൽത്ത് സെക്ടറൊക്കെ തന്നെയാണ് ടയർ 1 വന്നിരിക്കുന്നത്. ടയർ 2 നമ്മൾ പറഞ്ഞുകൊണ്ട് അല്ലേ, ലൈക്ക് നമ്മൾ രണ്ടാമത്തെ ഒക്യുപ്പേഷനായിട്ട് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടീച്ചിങ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ടീച്ചിങ്ങും സോഷ്യൽ വർക്കുമാണ് വന്നിരിക്കുന്നത്. സൈക്കോളജിസ്റ്റും ഇതിനകത്താണ് വന്നിരിക്കുന്നത് അല്ലേ. സൈക്കാട്രിസ്റ്റ് വന്നിരിക്കുന്നത് സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണല്ലോ. ഇത് സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കറും ടീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ടയർ നമ്മൾ കവർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ 5 ടോപ്പ് സെക്ടേഴ്സാണ് ഈ ഒരു 4 ടയേഴ്സിലും വന്നിരിക്കുന്നത്. സോ അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ആവുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ പറയാൻ അറിവ് കിട്ടുന്നത് നമ്മൾ പരന്ന വായന അല്ലെ ഡീപ്പ് റിസർച്ചാണ്, നമുക്കിത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ഹൊലാവേൾഡിൻ്റെ സ്റ്റുഡൻസിന് കിട്ടുന്ന അഡ്വാൻറ്റേജും മനസ്സിലാക്കുക ദയവായിട്ട്. ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് ഓതറൈസ്ഡ് സ്റ്റാറ്റസ് ഉള്ള ഏജൻസിനെ എടുക്കണമെന്ന് പറഞ്ഞ് അവർ പരസ്യം ചെയ്യും. കാരണം അവർക്ക് വേറെ ഒന്നും പരസ്യം ചെയ്യാനില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ 10-15 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ 15 യൂണിവേഴ്സിറ്റിയുടെ ടൈപ്പ് ഉണ്ട്. ഓസ്ട്രേലിയ മൊത്തം 42 യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ബൈ ദ വേ. അപ്പോൾ ഈ 15 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് ആകെ കിട്ടിയത് ചിലപ്പോൾ ഈ 15 ടൈപ്പാണ്. ആൻഡ് ദേ ആർ ടെല്ലിങ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് വഴി മാത്രമേ പോകാവുള്ളൂ. ഇപ്പം ഞങ്ങൾ കൗൺസിൽ ചെയ്ത് വരുന്ന സ്റ്റുഡൻസിനെ കൺഫ്യൂസ് ചെയ്യുന്ന അതർ ഏജൻസികൾ അവരവരുടെ ജോലി ചെയ്യുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഏജൻസികൾ ചെയ്യുന്നത് പാർഷ്യലായിട്ടുള്ള ട്രൂത്താണ് പറഞ്ഞു തരുന്നത്. അപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ളതിലേക്കായിരിക്കുമല്ലോ ലീഡ് ചെയ്യുന്നത്, അവർക്ക് ടൈപ്പ് ഉള്ളതിലേക്ക് മാത്രമായിരിക്കും വിടുന്നത്. അപ്പോൾ ഹൊലാവേൾഡ് ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് 5 ടൈപ്പ് സെക്യൂർ ചെയ്തു. 5 ആയില്ല, 4 കൊല്ലം 4 കൊല്ലം കൊണ്ട് 5 യൂണിവേഴ്സിറ്റീസ് നമുക്ക് ടൈപ്പായി. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു ഏജൻസിയിൽ പോയിട്ട് അവിടെ ഓതറൈസ്ഡ് ആയിട്ടില്ലാത്ത, അവരെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരിടത്ത് ആപ്ലിക്കേഷൻ പോകണമെന്ന് പറയുമ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തും. അല്ലെങ്കിൽ സത്യാസനം നമ്മുടെ നാട്ടിലെ ഒരു ഏജൻസിനും ഓസ്ട്രേലിയയിലെ 42 യൂണിവേഴ്സിറ്റീസായിട്ടും ടൈപ്പ് ഇല്ല. അതാണ് അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഒരാൾക്കും ഇല്ല. അപ്പോൾ അവർ ഈ ഓതറൈസ്ഡ് ഏജൻറ്റ് എന്ന് പറയും. പിന്നെ ചിലപ്പോൾ പറയും വേറൊരു സംഘടനയിൽ, അവർ മാത്രമേ ആ സംഘടനയെ കാണുകയുള്ളൂ. അപ്പോൾ ആ സംഘടനയാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക. കാരണം ഈ പഠിക്കാൻ വരുന്നത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അഡ്മിഷൻ എടുത്തു തരാൻ ആർക്ക് സാധിക്കും. പക്ഷേ അഡ്മിഷൻ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ ഹൊലാവേൾഡ് പോലെയുള്ള അറിവുള്ള ഹൊലാവേൾഡിനെ മറ്റുള്ള ഏജൻസികൾ വ്യത്യസ്തമാക്കുന്നത് അതാണ്. ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങളോട് പഠിക്കാൻ വന്നു കഴിയുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, കാക്കയ്ക്ക് തൻകുഞ്ഞ് മുൻകുഞ്ഞു എന്ന് പറയുന്നത് പോലെ ഹൊലാവേൾഡിന് എപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. കാരണം നമ്മളെ വിശ്വസിച്ച് വന്ന കുട്ടികളാണ്. അല്ലാതെ വേറൊന്നുമല്ല, നമ്മളെ വിശ്വസിച്ച് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ നോളജിനെ റെസ്പെക്റ്റ് ചെയ്തവർ ഇവിടെ വന്നു കഴിഞ്ഞ് CPR കിട്ടുന്നൊരു ജേണി, അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ഡൗൺ ആവാനും ജോബ് കണ്ടെത്താനുമുള്ള ജേണിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വേറെ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം.
അപ്പോൾ അതിൽ ട്രസ്റ്റ് ചെയ്ത് വന്നവരൊക്കെ തന്നെ ദേ വിൽ ഗെറ്റ് ഓൾ ദ ബെനിഫിറ്റ്സ്. കാരണം ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കാരണം ഞങ്ങൾക്കും അതിൻ്റെ ഒരു വാശിയുണ്ട്, നമ്മുടെ പിള്ളേർ എത്ര രക്ഷപ്പെടണം, PR കിട്ടണം എന്നുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും അടിച്ച് PR കിട്ടാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് അബ്സോർബ് ചെയ്യുന്ന ഒരു ആൾക്കാരെ റൂള് വരുന്നതിന് മുന്നേ തന്നെ നമ്മളവരെ വിളിച്ചറിയിക്കുന്നു, അവരെ കറക്റ്റ് പാതയിലൂടെ നയിക്കുന്നു. പലപ്പോഴും ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതിന് 6 മാസം മുന്നേ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് അത് അപ്രോച്ച് എടുത്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഈ റൂള് വരുന്നത് പോലും. റൂള് വന്നു കഴിഞ്ഞാൽ പോലും ഇത് മനസ്സിലായി വരുമ്പോൾ 6 മാസം കഴിയും. സോ ആ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ, ഇഫ് യു ആർ ദ സ്റ്റുഡൻറ്റ് ഹു ആർ വാച്ചിങ്, നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഹോല വേൾഡിനെ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് GS ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ ഏജൻസീനെ ഷിഫ്റ്റ് ചെയ്യാം. പലരും ഞാൻ മനസ്സിലാക്കുന്നത് പ്രമുഖമായ ഏജൻസികളിൽ പോയി ആപ്ലിക്കേഷൻ ഇട്ട് GS സ്റ്റേജിൽ വരുമ്പോഴാണ് ഇത് അറിയാൻ മേലാതെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. കാരണം അവിടുത്തെ കൗൺസിലേഴ്സിന് അറിവില്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നവരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് GS ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അറിവുള്ള ഒരു ഏജൻസിയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞ ഹോല വേൾഡ് നല്ലതാണ് എന്ന്, അതുപോലെ നല്ല ഏജൻസികളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് തരാൻ ഞങ്ങളെ കോമ്പീറ്റ് ചെയ്യാനായിട്ടോ ബീറ്റ് ചെയ്യാനായിട്ടോ ഈ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള നാട്ടിലെ ഏജൻസികൾക്ക് സാധിക്കുകയില്ല. ആരും ഇല്ലെന്ന് തന്നെ പറയും. കാരണം അതുകൊണ്ടാണ് അവിടുത്തെ പല കുട്ടികളും നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾക്കും അപ്രോച്ച് ചെയ്യാറുള്ളത്. കാരണം ഇവിടെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടോ അതല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ അങ്ങനെ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഒരു ഏജന്റിനെ സംബന്ധിച്ച് കയറ്റി വിടുക എന്നുള്ളതേ ഉള്ളൂ, അതാണ് അവരുടെ ജോലി. പക്ഷേ നമ്മൾ വഴി വന്നാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം, വിഷയത്തിൽ നിന്ന് തെന്നി മാറും. അടുത്ത ടയർ 3 ഡൈവേഴ്സ് ഓക്യുപ്പേഷൻസ് ആണ് വരുന്നത്. ടയർ 3 കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജർ, എഞ്ചിനീയറിംഗ് മാനേജർ, നഴ്സിംഗ് ക്ലിനിക്കൽ ഡയറക്ടർ, പ്രൈമറി ഹെൽത്ത് ഓർഗനൈസേഷൻ മാനേജർ. പ്രൈമറി ഹെൽത്ത് ഓർഗനൈസേഷൻ മാനേജർ പബ്ലിക് ഹെൽത്ത് പഠിക്കുന്നവർക്ക് അങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഒക്യുപ്പേഷനാണ് കേട്ടോ. വെൽഫെയർ സെൻറ്റർ മാനേജർ, ആർട്സ് അഡ്മിനിസ്ട്രേറ്റർ മാനേജർ, എൻവയോൺമെൻറ്റൽ മാനേജർ, dancer or choreographer, musical director, musician, instrumental, artistic director, statistician, actuary, economist, land economist, valuer, management consultant, architect, landscape architect, surveyor, cartographer, other spatial scientist, chemical engineer, materials engineer, civil engineer, geotechnical engineer, quantity surveyor, structural engineer, transport engineer, electrical engineer, electronics engineer, industrial engineer, mechanical engineer, production or plant engineer, mining engineering excluding petroleum engineer, agriculture engineer, biomedical engineer, engineering technologist, environmental engineer, naval architect, engineering professionals not else classified, agriculture consultant, agriculture scientist, forester, chemist, food technologist, environmental consultant, environmental research scientist, environmental scientist not else classified, geophysicist, hydrologist, life scientist general, biochemist, biotechnologist, botanist, marine biologist, microbiologist, zoologist, life scientist, medical laboratory scientist, veterinarian, conservator, metallurgist, meteorologist, physicist, natural and physical science professionals, university lecturer, chiropractor, osteopath, barrister, solicitor, civil engineer draftsperson, civil engineering technician, electrical engineering draftsperson, electrical engineering technician, automotive electrician, motor mechanic, diesel motor mechanic, motorcycle mechanic, small engine mechanic, sheet metal trades worker, metal fabricator, pressure welder first class, fitter general, fitter and turner, fitter welder, metal machinist, locksmith, panel beater, bricklayer, stone mason, carpenter, joiner, painting trades worker, glazier, fibrous plasterer, solid plasterer, wall and floor tiler, plumber, air conditioner and mechanical service plumber, drainer, gas fitter, roof plumber, electrician special cases, lift mechanic, air conditioning and refrigeration mechanic, technical cable jointer, electronic equipment trades worker, electronic instrument trades worker special class, horse trainer, cabinet maker, boat builder or repairer, shipwright, tennis coach, footballer. ഇതൊക്കെയാണ് ടയർ 3 ഒക്യുപ്പേഷൻസ്. അപ്പം വൈഡ് വെറൈറ്റി ഓഫ് ഡൈവേഴ്സ് ഒക്യുപ്പേഷൻസ് ആണ്. എന്നാലും ഇതിൻ്റെ ഒരു ജനറൽ സമ്മറി സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്ന പ്രോഗ്രാംസിൻ്റെ പേരും കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും? എഞ്ചിനീയറിംഗ് ആണ് ഇതിനകത്ത് നിങ്ങൾ ഭൂരിഭാഗം കണ്ടത്. പിന്നെ ടെക്നീഷ്യന്മാരെ കണ്ടു, ട്രേഡ്സ് വർക്കേഴ്സിനെ കണ്ടു, കാർപ്പൻറ്ററും പ്ലംബറും ഇലക്ട്രീഷ്യനും ഒക്കെ നിങ്ങൾ കണ്ടു. പിന്നെ സയൻസ് ഉണ്ട്, കാരണം സുവോളജിസ്റ്റും മെറ്റലർജിസ്റ്റും ഒക്കെ അതിൽ കാർട്ടോഗ്രാഫർ, സർവേയർ, അങ്ങനെ കുറേ സർപ്രൈസിംഗ്ലി കുറച്ച് ആർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഫുട്ബോളും ആർട്സും സ്പോർട്സും കയറി വന്നിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടറും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസീഷ്യനും ഒക്കെ വന്നിട്ടുണ്ട്.
ആൻഡ് പ്രൈമറി ഹെൽത്ത് ഓർഗനൈസേഷൻ മാനേജർ വന്നിരിക്കുന്നത് ഇസ് എ ഗുഡ് തിങ്. പബ്ലിക് ഹെൽത്ത് പഠിക്കുന്നവർക്ക് ഇതിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. അത് പബ്ലിക് ഹെൽത്ത് പഠിക്കുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസാണ്. ആൻഡ് ടയർ 4 ഒക്യുപ്പേഷൻസ് എന്തൊക്കെയാണെന്നോ? ടയർ 4 വരുമ്പോൾ നമുക്കറിയാം ഓവർ സപ്ലൈഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ആണ് കോമ്പറ്റീഷൻ കൂടുതലാണ്. അതിൽ വരുന്നത് അക്കൗണ്ടന്റ് ജനറൽ ആണ് വരുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ടാക്സേഷൻ അക്കൗണ്ടന്റ്, എക്സ്റ്റേണൽ ഓഡിറ്റർ, ഇന്റേണൽ ഓഡിറ്റർ, ICT ബിസിനസ് അനലിസ്റ്റ്, സിസ്റ്റംസ് അനലിസ്റ്റ്, മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റ്, അനലിസ്റ്റ് പ്രോഗ്രാമർ, ഡെവലപ്പർ പ്രോഗ്രാമർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമേഴ്സ് നോട്ട് എൽസ് ക്ലാസിഫൈഡ്, ICT സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയർ, ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയർ, ടെലികമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക് എഞ്ചിനീയർ, റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് ടെക്നീഷ്യൻ, ടെലികമ്മ്യൂണിക്കേഷൻസ് ഫീൽഡ് എഞ്ചിനീയർ, ടെലികമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക് പ്ലാനർ, ടെലികമ്മ്യൂണിക്കേഷൻസ് ടെക്നിക്കൽ ഓഫീസർ ഓർ ടെക്നോളജിസ്റ്റ് ആൻഡ് ഷെഫ്. ഇത്രയാണ് ടയർ 4 ഓവർ സപ്ലൈഡ് ഒക്യുപ്പേഷൻസിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ഡോക്ടർ ടയർ 1-ലുള്ളതോ അല്ലെ അക്കൗണ്ടൻറ്റ് ടയർ 4-ലോ ആണെങ്കിൽ ഇതിലുള്ള ഒരു വ്യത്യാസം, ഇപ്പം ഡോക്ടറിനാണ് 4 തവണ ബൂസ്റ്റ് ലഭിക്കുകയും മറ്റേത് നമ്മൾ പറഞ്ഞ എന്താ ടയർ 4 ആണെങ്കിൽ കോമ്പറ്റീഷൻ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് ഡബിളാണ്. അപ്പം ഈ ടയർ 4-നുള്ളതിനേക്കാളും ടയർ 1-ലുള്ള ആൾക്ക് 8 ടൈംസ് മോർ PR ഈസിയറാണ് 199 ഇൻവിറ്റേഷനിൽ എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഹെൽത്ത് സെക്ടറിനെ പറ്റി ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ നമുക്കറിയാം എല്ലാവർക്കും ചിലപ്പോൾ ഹെൽത്ത് എടുക്കാൻ പറ്റുന്ന വരത്തില്ല. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികൾ അവർ ബാച്ചിലേഴ്സിൽ പഠിച്ചിരിക്കുന്നത് എന്താണോ അതിനോട് റേറ്റ് ചെയ്തിട്ടുള്ളത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ ഉള്ളവർക്കും നിങ്ങൾ പഠിച്ച ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു ജോലിയിൽ ലാൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നതല്ല എന്ന് തോന്നുവാണെങ്കിൽ ഉള്ള മാർഗവും നമ്മൾ ഈ പറഞ്ഞ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അതെ, അപ്പോൾ ഈ ടയർ 4-ലുള്ളവർ ടയർ 3-യുടെ ഈ കാർപ്പൻറ്ററിനെ പോലത്തെ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാരലലി നിങ്ങൾക്ക് PR-ലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. നിങ്ങൾ ആവറേജോ ബിലോ ആവറേജ് ഒരു IT-കാരനോ അക്കൗണ്ടൻറ്റോ ഷെഫോ ആണെങ്കിൽ നിങ്ങൾക്ക് ടയർ 3-ലേക്കുള്ള ഒരു ഒക്യുപ്പേഷനും കൂടെ പാരലലി പഠിച്ചുകൊണ്ട് PR സെറ്റാക്കാം. ഇത് തൽക്കാലം ഓടുന്ന ഒരു ലൂപ്പോള ചിലപ്പോൾ അതിനെയും പൂട്ടുമായിരിക്കും, പക്ഷേ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മളെ സമീപിക്കാൻ ഞങ്ങളത് പറഞ്ഞു തരാം. ബട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പണ്ടത്തെ കാനഡ പോലെയൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും PR ഓസ്ട്രേലിയയിൽ. അങ്ങനെ നിസ്സാരമായിട്ട് കാണുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ ആവാം, കൂട്ടുകാരായിരിക്കും. പിന്നെ നമ്മുടെ അത്രയും കഴിവുള്ള ഒരു ചേട്ടനോ ചേച്ചിക്കോ PR കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് കിട്ടിയെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ള ആ അമിതമായ ആത്മവിശ്വാസം വേണ്ട. ആവറേജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറയുന്ന പോലെ ഫോളോ ചെയ്തില്ലെങ്കിൽ PR കിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യുക. അമിതമായ ആത്മവിശ്വാസം വേണ്ട ആർക്കും. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരോട് വരെ ഇത് പറഞ്ഞിട്ടുണ്ട്. പലരും നമുക്കറിയാവുന്ന സ്റ്റുഡൻസ് പോലും നമ്മൾ പറഞ്ഞ് കേട്ടിട്ട് ഫോളോ ചെയ്യാതിരുന്നിട്ടുണ്ട്. കാരണം ദേ തോട്ട് അവരുടെ ഫ്രണ്ട്സിനൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കുന്നു. അപ്പം ഞാനും, കാരണം ഇത് ലാസ്റ്റ് മിനിറ്റ് നോക്കിയാലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതല്ല. നിലവിലെ നിയമം ഒക്കെ അനുസരിച്ച് നേരത്തേക്കാണ് കുറച്ചുകൂടെ ഹോപ്പിംഗ് ഒക്കെ പറ്റുക. നാറ്റി ചെയ്യുക, PT ക്ലിയർ ചെയ്യുക, പ്രൊഫഷണൽ ഇയർ ചെയ്തൊക്കെ സമയാസമയങ്ങളിൽ ചെയ്യുക. എത്ര നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കൗൺസിലിംഗ് ആവശ്യമുള്ളവരും ഹൊലാവേൾഡിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ട്. വീണ്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുന്നുണ്ട്. സ്ട്രാറ്റജികൾ കൈക്കൊള്ളുന്നതിന് എന്താണ് അടുത്ത വർഷത്തേക്കുള്ളത്. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആർ കമ്മിങ് ഓൺ ദ വേ. സോ ജസ്റ്റ് ഫോളോ us in Instagram or in YouTube to get all the details. Thank you.